ഈ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ IS ഭീകരന് ശിക്ഷയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. അതും കേരളത്തിൽ നിന്ന് പോയ IS ഭീകരൻ. അതും അതിൻ്റെ പേരിൽ ഇപ്പോൾ NIA സുപ്രീം കോടതിയിലേക്ക് പോകുകയാണ്. അത് പക്ഷേ അവർക്ക് തന്നെ ഒരു വലിയ, അതായത് IS ഭീകരർക്ക് ഒരു വലിയ തിരിച്ചടി കിട്ടുന്ന ലക്ഷണമാണ് കാണുന്നത്. സർ, ഇത് വളരെ ദുരൂഹമാണ്. കാരണം നമ്മൾ പാലക്കാട് ഈ ശ്രീനിവാസൻ കൊലക്കേസിൽ RSS പ്രചാരകമായിരുന്ന ശ്രീനിവാസനെ അവിടെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികൾ കുറച്ചു പേർ ജാമ്യത്തിലിറങ്ങി. അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. അത് തന്നെ വളരെ ദുരൂഹമാണ്. എങ്ങനെ അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി? NIA ഇപ്പം അത് സുപ്രീം കോടതിയിൽ ആ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIA സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. അത് വലിയ ദുരൂഹമായ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവമാണ്. ISൽ ചേർന്ന് തുർക്കി വഴി ഇറാഖിൽ പോയി യുദ്ധം ചെയ്ത് പരിക്കേറ്റ് അവിടുന്ന് തിരിച്ചു വന്ന് ഇവിടെ രഹസ്യമായിട്ട് കഴിയുകയായിരുന്ന ഒരാളെ NIA പിടികൂടി ആ കേസിൽ വിചാരണയൊക്കെ നടന്ന് ശിക്ഷിക്കപ്പെട്ടു. ആ ശിക്ഷിക്കപ്പെട്ട ആൾ ഇപ്പോൾ ജീവപര്യന്ത ശിക്ഷയാണ് കിട്ടിയത്. പക്ഷെ അയാൾ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് ആ ജീവപര്യന്ത ശിക്ഷ 10 വർഷമായിട്ട് കുറച്ച് വാങ്ങിച്ചു. 2016 മുതൽ വിചാരണ തടവുകാരനായിട്ട് ജയിലിൽ കിടക്കുന്ന ആളാണ്. 2020 ശിക്ഷിക്കപ്പെട്ടത്. ആളാരാണെന്നൊക്കെ ഞാൻ പറയാം. അയാളിപ്പോൾ 2026 ആകുമ്പോൾ പുറത്തിറങ്ങി. 10 വർഷത്തെ ഈ വിചാരണ തടവ് കൂടെ ഇതിൽ ഉൾക്കൊള്ളിക്കണം. ആ കാലയളവ് കൂടെ ശിക്ഷയായിട്ട് പരിഗണിക്കണം. എന്നെ ജയിലിൽ നിന്ന് വിട്ടിട്ടില്ല, എനിക്ക് ജാമ്യം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തുടർച്ചയായിട്ട് ഞാൻ ജയിലിൽ കിടക്കുകയാണ്. ഇത് ശിക്ഷാ കാലാവധിയുടെ ഉൾപ്പെടുത്തി അവിടെ പരിഗണിച്ചുകൊണ്ട് എന്നെ വെറുതെ വിടണം. 2026 ആകുമ്പോൾ 10 വർഷം പൂർത്തിയാകുകയാണ്. എന്നെ പുറത്തു വിടണം. എന്നെ ശിക്ഷ ഇളവ് നൽകിയത് പ്രാബല്യത്തിൽ വരുത്തി എന്നെ പുറത്തു വിടണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനെതിരെയാണ് NIA സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. ഇത് തൊടുപുഴക്കാരനായ സുബ്ഹാനി ഹാജി മൊയ്തീൻ എന്ന് പറയുന്ന ആളാണ്. ഈ ആള് 2015 ഈ പറഞ്ഞതുപോലെ തുർക്കി വഴി ഇറാഖിലെത്തി ISൽ ചേർന്ന് പരിശീലനമൊക്കെ കിട്ടി അവിടെ യുദ്ധത്തിന് പോയി. അവിടെ വച്ച് പരിക്കേറ്റ് നാട്ടിൽ തിരിച്ചെത്തിയ ഇയാൾ തമിഴ്നാട്ടിലെ കടയല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒളിച്ച് ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്ത് ഒളിവിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ താമസിക്കുമ്പോൾ പോലും അവിടെ വച്ച് ശിവകാശിയിൽ നിന്ന് വെടിമരുന്നും സ്ഫോടക വസ്തുക്കളും സംഘടിപ്പിച്ച് പല നിരോധിത സംഘടനകൾക്കും ഭീകര സംഘടനകൾക്കും കൈമാറി. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ മുജാഹിദീൻ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ലഷ്കർ ഇ തോയ്ബ, അതുപോലെ ജെയ്ഷെ മുഹമ്മദ്, ഇതിൻ്റെ എല്ലാം സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിലുണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അവരെ കണ്ടെത്തി പതുക്കെ ഓരോരുത്തരായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് NIA പോലെയുള്ള ഏജൻസികൾ. അപ്പോൾ അവർക്ക് ഇയാളിത് കൈമാറിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തെളിവുകൾ ഇയാളുടെ ഫോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇയാളെ പിടികൂടി ഫോൺ പരിശോധിച്ചപ്പം ഒരുപാട് വിവരങ്ങൾ കിട്ടി അതിനകത്ത്. സാർ, ഈ 2022 പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന വെറുതെ ഒന്നുമല്ല. ഇതുപോലെയുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ പിടിയിലാകുന്ന ആൾക്കാരെ അവരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച തെളിവുകളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് എത്ര വർഷം എടുത്തെന്ന് നോക്കണം. ഇയാൾ 2016 തൊട്ട് ജയിലിലാണ്. 2020 4 വർഷം എടുത്തു ഇയാളുടെ വിചാരണ. 2020 ഇയാൾ ശിക്ഷിക്കപ്പെടുന്നത്. അത് ജീവപര്യന്ത ശിക്ഷയാണ് കോടതി കൊടുത്തത്. അതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ട് അപ്പീൽ കൊടുത്ത് അത് 10 വർഷമാക്കി കുറച്ച് വാങ്ങിച്ചിരിക്കുന്നത്. 2026 അയാൾ പുറത്തിറങ്ങും. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് NIA പറയുന്നത്. നിസ്സാരമല്ല. കാരണം ഇത്തരം അവിടെ പോയി യുദ്ധത്തിൽ പങ്കെടുത്ത് ഇയാൾ യന്ത്രത്തോക്കുകൾ അടക്കം ഉപയോഗിക്കാൻ പരിശീലനം നേടിയ ആളാണ്. ഇയാൾക്ക് ചിലപ്പോൾ ബോംബുണ്ടാക്കാൻ അറിയാമായിരിക്കും. അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ എങ്ങനെ പുറത്തുവിടും? എന്ത് വിശ്വസിച്ച് പുറത്തുവിടും? മാത്രമല്ല, ഇയാൾ ഇവിടെ വന്നിട്ടും ഈ നിരോധിത സംഘടനയിലെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. അവർക്ക് സ്ഫോടക വസ്തു എത്തിച്ചു കൊടുത്ത ആളാണ്. അങ്ങനെയുള്ള സുബ്ഹാനിയെ, തൊടുപുഴക്കാരനാണ് ഇയാൾ, എന്ത് വിശ്വസിച്ച് ഇയാൾ പുറത്തുവിടും? ഇയാൾക്ക് എങ്ങനെ മാനസാന്തരം വന്നു? ഇപ്പോൾ സർക്കാരിനോട് ചോദിച്ചാൽ പോലീസിൻ്റെ റിപ്പോർട്ട് അയാൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പം മര്യാദക്കാരനാണ്, നല്ലവനാണ് എന്നൊക്കെ പറയും, റിപ്പോർട്ടും കൊടുക്കും. ഇതൊക്കെ ഈ പറയുന്ന പോലെ എങ്ങനെയൊക്കെയാണെന്നും നമുക്കറിയാം. ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ആരുടെയൊക്കെ സമ്മർദ്ദവും സ്വാധീനവും ഒക്കെ അതിനകത്ത് വരുമെന്നും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ പുറത്തു വിടരുത് എന്നാണ് NIA പറയുന്നത്. എങ്ങനെയാണോ ശ്രീനിവാസൻ വധക്കേസിലെ
കൊലക്കേസിലെ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ NIA സുപ്രീം കോടതിയിലേക്ക് പോയത്. അത് NIA സുപ്രീം കോടതി പോയില്ലെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും. അത് NIAക്ക് അറിയാം. NIAയുടെ പല കേസുകളെയും അത് ബാധിക്കും. അപ്പോൾ അപരാധികളായ ആൾക്കാർ പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് പല രീതിയിൽ കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ആ അട്ടിമറിക്കുന്നതിനെ കോടതിയിലെത്തുമ്പോൾ തെളിവുകൾ പൂർണ്ണമല്ല. പല പല ലൂപ്പ് ഹോളുകൾ, പിഴവുകൾ, എന്താ പറയുക, കൃത്യമായി തെളിവുകൾ കോർത്തിണക്കി ഇവർക്കെതിരെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ ഉണ്ടാവും. അപ്പം അതൊന്നും അനുവദിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ NIA വളരെ ശക്തമായിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായിട്ട് പോകാൻ തീരുമാനിച്ചു. അല്ല, ഇവരുടെ ശിക്ഷയിൽ ഇളവ് വന്നതിൽ തന്നെ ഒരു സംശയം അതെ, ഉണ്ടാക്കുന്നില്ല. ദുരൂഹമാണ്. എന്തുകൊണ്ട്, എങ്ങനെ ഈ ഇളവ് കിട്ടി? ഹൈക്കോടതിയിൽ നിന്ന് ഈ ഇളവ് കിട്ടാനുള്ള കാരണം എന്താണ്? കോടതിക്ക് മുന്നിൽ തെളിവുകളാണ് ആവശ്യം. കോടതി പറഞ്ഞതുപോലെ ഇയാൾക്ക് അനുകൂലമായ റിപ്പോർട്ടുകൾ കൊടുത്തു കാണും. ഈ പറയുന്ന ജയിലിൽ നിന്ന് തന്നെ റിപ്പോർട്ട് പോയി കാണും. ഇയാൾ ഇപ്പം മാന്യനാണ്, മര്യാദ രാമനാണ്, ഒരു കുഴപ്പമില്ല, വളരെ അച്ചടക്കത്തോടെ പെരുമാറുന്നു, ഒരു മാനസാന്തരം വന്നിരിക്കുന്നു, എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുന്നു. പക്ഷെ ഇതിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? മനുഷ്യൻ്റെ മനസ്സല്ലേ ഇത്, ചക്കയും മാങ്ങയൊന്നും അല്ലല്ലോ ചൂഴ്ന്നു നോക്കി കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ ഇത് പറ്റില്ല എന്നാണ് NIA പറയുന്നത്. കാരണം NIAയുടെ കയ്യിൽ തെളിവുകളുണ്ട്. ഇയാളുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ, ഇയാളുടെ മുൻകാല ചരിത്രം, ഇയാൾ ഇടപെട്ടിരിക്കുന്ന ആൾക്കാർ, ഇയാൾ ചെയ്തിരിക്കുന്ന തെറ്റായ പ്രവൃത്തികൾ, രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും നശിപ്പിക്കുന്ന, സമൂഹത്തിൽ വലിയ മതവർഗീയതയും സ്പർദ്ധയും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. മതേതരത്വം എന്ന് പറയുന്ന ആ സങ്കല്പത്തിന് വലിയ ഭീഷണിയാണ് സുബ്ഹാനി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരാളിനെ എന്ത് വിശ്വസിച്ച് പുറത്തു വിടും എന്ന് NIA ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ്. ഇനി ആരെല്ലാം ഏതെല്ലാം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ രക്ഷിക്കണമെന്ന് വാദിച്ചാലും ശരി, എന്തുകൊണ്ട് തടിയൻ്റെ നസീറിനെ വിടുന്നില്ല? 4 or 5 കേസുണ്ട് അയാളുടെ പുറത്ത്. റിക്രൂട്ട്മെൻറ്റ്, കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസുണ്ട്. അതുപോലെ കോയമ്പത്തൂര് ബസ് കൊണ്ടുപോയി എറണാകുളത്ത് തട്ടിക്കൊണ്ടുപോയി തീവച്ച് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസുണ്ട്. പിന്നെ വേറെയും ബാംഗ്ലൂർ സ്ഫോടനമുണ്ട്. ബാംഗ്ലൂർ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ആ കേസുണ്ട്. അയാൾ പിടിയിലായത് അവിടെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നാണ്. മുർഷിദാബാദിൻ്റെ അടുക്കൽ വെച്ചാണ് അയാൾ പിടിയിലാകുന്നത്. അയാൾ ലഷ്കർ ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറാണ് ഇയാൾ, ദക്ഷിണ ഇന്ത്യയുടെ. ഇനി നമുക്കറിയാം ഈ അൽ-ഖ്വയ്ദ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ട് അല്ലേ? അത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതല്ല, ഇന്ത്യക്ക് പുറത്ത് പ്രവർത്തിക്കുന്നതാണ്. ആ അൽ-ഖ്വയ്ദയുടെ സഹായത്തോടു കൂടിയാണല്ലോ ഒസാമ ബിൻ ലാദൻ 2 പേരെ വിട്ട് അമേരിക്കയുടെ ട്വിൻ ടവർ, ഇരട്ട ഗോപുരങ്ങൾ തകർത്തത് അല്ലേ? ആ അൽ-ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കോർഡിനേറ്റർ പിടിയിലായത് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നാണ്, കാസർഗോഡ് നിന്നാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വേഷത്തിൽ അവിടെ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അങ്ങനെ ഒരാൾ ഇവിടെ കഴിയുന്നു എന്ന് പോലീസ് പോലും അറിഞ്ഞില്ല. ആസാം പോലീസ് വളരെ രഹസ്യമായിട്ട് വന്ന് അവനെ പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. അവനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് കേരള പോലീസ് പോലും അറിയുന്നത്. അപ്പോൾ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളെയും ശിക്ഷ ഇളവ് നൽകി വിടാൻ സാധിക്കില്ല. ഇവിടെ NIAക്ക് കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കട്ടെ. ഇതുപോലെയുള്ള ആൾക്കാരെ പുറത്തു വിടുന്നത് വളരെ സൂക്ഷിച്ചു വേണം. വലിയ അപകടം അതിന് പിന്നിൽ പതിയിരിപ്പുണ്ട്.